കഴിഞ്ഞ ഈ ഒരു വീക്ക് ഞങ്ങൾക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. ആ വരുന്നത് ഇച്ചായൻ്റെ കസിൻ മീനുവാണ്. ബർമിംഗ്ഹാമിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ഈ ഒരു വീക്കാണെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞൊക്കെ പെയ്തൊരു സമയം കൂടിയായിരുന്നു. പുറത്തൊക്കെ ഇറങ്ങാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറേ സമയമൊക്കെ നമ്മൾ കണ്ടെത്തി. നമ്മൾ നോർത്തേൺ അയർലൻഡൊക്കെ നല്ല രീതിയിൽ തന്നെ മിനുവിനൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ടും നോർത്തേൺ അയർലൻഡിൽ കാണേണ്ട കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വാച്ച് ടിൽ ദ എൻഡ്. ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് സ്റ്റീ ജോയ്. നമ്മുടെ കൂടെ ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇച്ചായന്റെ കസിൻ മിനു ആണ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട? അടിപൊളി, സൂപ്പർ. നമ്മൾ ഫസ്റ്റ് ബീച്ചിലാണ് വന്നേക്കണേ. അപ്പൊ ഹെർട്ട്ഫോർഡ്ഷയറിൽ നിന്നാണ് മിനു എത്തിയിട്ടുള്ളത്. അവിടെ കടലും ബീച്ച് സാധനങ്ങളൊന്നും ഇല്ല അല്ലേ? ഞാൻ കടല് കാണാൻ ഇങ്ങോട്ട് വന്നു. ഫ്ലൈറ്റ് കയറി കടല് കാണാൻ വന്നു. നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ബെനൺ ബീച്ച്. നമ്മൾ ഓൾവേസ് വരാറുള്ള ഒരു പ്ലേസ് ആണ്. കുറച്ച് തണുപ്പുണ്ടെങ്കിലും തണുപ്പൊക്കെ സഹിച്ചാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് പോർട്രഷ്, പോർട്ട് സ്റ്റേറ്റ്, പിന്നെ നമുക്ക് ഡാർക്ക് എഡ്ജസിലും പോവാം. സമയം ഉണ്ടെങ്കിൽ ചൈൻസ് കോസ്വേയിലും കൂടി കയറാം. നമ്മൾ ഈ വന്നിട്ടുള്ളത് പോർട്രഷിലാണ്. നോർത്തേൺ അയർലൻഡിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് പോർട്രഷ്. ഞങ്ങൾ നോർത്തേൺ അയർലൻഡിൽ ഫസ്റ്റ് വന്ന സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് പോയ ഒരു സ്ഥലം കൂടിയാണ് പോർട്രഷ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ആര് വന്നാലും നമ്മൾ ആദ്യം കൊണ്ടുപോകുന്ന ഒരു സ്ഥലം ഇവിടെ തന്നെയാണ്. ഇവിടുത്തെ ഈ ഒരു കടലും ഇവിടുത്തെ ഈ ഒരു തണുത്ത കാറ്റിനെല്ലാം പ്രത്യേക ഒരു ഭംഗി തന്നെയുണ്ട്. കുറച്ചധികം സമയം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഇപ്പോൾ ഈ പോകുന്നത് ജയൻസ് കോസ്വേയിലേക്കാണ്. ചൈനീസ് കോസ്വേയിൽ ഇപ്പം വിന്റർ ആയതുകൊണ്ട് തന്നെ അവർ കുറച്ച് നേരത്തെ തന്നെ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ചെന്ന ഡേയിൽ ജയൻസ് കോസ്വേയിൽ എൻട്രി ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വരുന്ന വഴിയാണ് ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു സ്നോയൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയത്. ആ ഒരു വഴി കംപ്ലീറ്റ് അടിപൊളിയായിരുന്നു. ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡാർക്ക് എഡ്ജസിലേക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കണ്ടപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു. ആൻഡ് ദാറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ഡാർക്ക് എഡ്ജസിലാണ്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലൊക്കേഷൻ, ഗ്രേ ലേഡിയുടെ മെയിൻ പ്ലേസ്. ഫുള്ള് മഞ്ഞുമൂടി കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരുന്നു ഡാർക്ക് എഡ്ജസ് കാണാനായിട്ട്. കുറച്ചധികം നേരം തന്നെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതിയെ തിരിച്ചു. വിൻ്റർ ആയിക്കഴിഞ്ഞാൽ കുറച്ച് സമയം മാത്രമേ നമുക്ക് ഡേ ലൈറ്റ് ഉണ്ടാവുള്ളൂ. എങ്കിലും ഒരു ദിവസം കൊണ്ട് നമുക്ക് കുറച്ചധികം സ്ഥലങ്ങൾ തന്നെ കവർ ചെയ്യാൻ പറ്റി. അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞങ്ങളന്ന്. പിറ്റേ ദിവസം നമ്മൾ ഏർലി മോർണിംഗ് തന്നെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്തു.
കാണുന്നത് ജയൻസ് കോസ്വേ ആണ്. നോർത്തേൺ ഐർലൻഡിലെ മസ്റ്റ് വിസിറ്റ് പ്ലേസസിലൊന്നാണ് ജയൻസ് കോസ്വേ. വളരെയധികം ഐസി ആയിട്ട് കിടക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നു ഈ കാണുന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശ്രദ്ധിച്ച് പതിയെയാണ് ഈ ഒരു പ്ലേസിൽ കൂടി ഞങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഈവൻ വിൻ്റർ ആയിട്ട് കൂടി. അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കണമായിരുന്നു. കുറച്ചധികം സമയം എടുത്ത് നടക്കണോണ്ടും വളരെ ശ്രദ്ധിച്ച് നടക്കണോണ്ടും ഞാൻ അധികം നേരം വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല. അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെയും പോവുകയാണ്. ഈ പോകുന്നത് ബെൽഫാസ്റ്റിലേക്കാണ്. നമ്മുടെ മെയിൻ ഉദ്ദേശം സിനിമ കാണലാണ്. അപ്പം അതിനു മുമ്പ് കുറച്ച് വിശന്നുകൊണ്ട് തന്നെ നമ്മൾ നാന്തൂസിലൊന്ന് കയറി. അടിപൊളി ഫുഡാണ് നാന്തൂസിലെ ആസ് യൂഷ്വൽ. ഞങ്ങൾ കണ്ടത് രേഖാചിത്രമായിരുന്നു. നല്ല രസമുള്ളൊരു സിനിമയായിരുന്നു. നല്ല ടയർഡായതുകൊണ്ട് തന്നെ ചിലപ്പം ഞാൻ ഉറങ്ങുമെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. അതൊന്നും സംഭവിക്കാതെ ഞങ്ങൾ 3 പേരും ശരിക്കും എൻജോയ് ചെയ്ത് കണ്ടൊരു സിനിമയായിരുന്നു രേഖാചിത്രം. കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ വിട്ട സിനിമ കാണാൻ അനശ്വരയും ആസിഫും ഭയങ്കര യുണീക്കായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ഉച്ചയ്ക്കാണ് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുറച്ച് ഇരുട്ടിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ ഫൈനൽ ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ സ്ഥിരം പോകാറില്ല ഇഞ്ച് ഐലൻഡിലേക്ക് പോകാമെന്ന് കരുതി. ഇത് അയർലൻഡിലാണുള്ളത്. അപ്പം നമ്മൾ അയർലൻഡ് ബോർഡറൊക്കെ ക്രോസ് ചെയ്തു. നമ്മൾ ഇഞ്ച് ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി തന്നെ ഭയങ്കര രസമാണ്. നമ്മൾ കൂടുതലും സമ്മറിലാണ് പോവാറ്. സമ്മറിൽ പോകുമ്പം കുറച്ചുകൂടി ഗ്രീനറി ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പം കുറച്ച് മഞ്ഞൊക്കെ പെയ്തുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലൊരു ഡിഫറെൻറ്റ് ലുക്ക്. ഇതാണ് ഇഞ്ച് ഐലൻഡ്. കുറേ ടൈം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് റീൽസൊക്കെ എടുത്തിട്ടാണ് പിന്നെ തിരിച്ചു പോയത്. സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. നല്ല ഹെവി സ്നോഫോൾ ആയിരുന്നു. ഞങ്ങൾ 3 പേരും എൻജോയ് ചെയ്തൊരു വീക്കായിരുന്നു അത്. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.